ഒരു സംശയവുമില്ല. ഈ രാജ്യം കണ്ട ഏറ്റവും മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലെങ്കിൽ നേതാക്കളിൽ ഒരാൾ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഒരുപക്ഷെ ഇത്രത്തോളം കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ ഇനി എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം കമ്മ്യൂണിസം മാറിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 100% പരിശുദ്ധമായ കമ്മ്യൂണിസം ഉള്ളിൽ സൂക്ഷിച്ച, ഹൃദയത്തിലും മനസ്സിലും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഒക്കെ സൂക്ഷിച്ച ഒരു മനുഷ്യൻ. ഞാൻ ഓർക്കുന്നത് സീതാറാം യെച്ചൂരി ഫിഡൽ കാസ്ട്രോ മരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം ഒരു യുഗപ്രഭാവനായിരുന്നു. ഒരു യുഗപ്രഭാവനായ മനുഷ്യൻ, യുഗങ്ങളോളം അദ്ദേഹം മരിച്ചു കഴിഞ്ഞാലും യുഗങ്ങളോളം അദ്ദേഹത്തിന്റെ ആ ഒരു ചൈതന്യം, അദ്ദേഹം ഒരു പ്രചോദനമായിട്ട് മനുഷ്യർക്കിടയിൽ, മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കും. VS അച്യുതാനന്ദൻ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം എത്രത്തോളം വലിയ സ്വാധീനമായിരുന്നു, ഒരുപക്ഷെ അതിലേറെ വലിയൊരു സ്വാധീനമായിരിക്കും VS അച്യുതാനന്ദൻ ഇപ്പോ കടന്നുപോയ ശേഷം, ഓർമ്മയായ ശേഷം അദ്ദേഹം കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ഹൃദയത്തിൽ പേറുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ VS-നോളം പ്രചോദനം നൽകുന്ന മറ്റൊരു മനുഷ്യന്റെ പേര് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. ബാക്കി അദ്ദേഹത്തെക്കാൾ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു, അദ്ദേഹത്തെ വലിയ എന്താ പറയാ അക്കാദമിക് പാണ്ഡിത്യമുള്ള എഴുത്തുകാര്, വാഗ്മികളും ഒക്കെ ഉണ്ട്. പക്ഷെ VS-നോളം കമ്മ്യൂണിസത്തെ ഉപാസിച്ച, കമ്മ്യൂണിസം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രയോഗിച്ച ഒരു മനുഷ്യൻ നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ല എന്നതാണ് വസ്തുത. അദ്ദേഹത്തിന്റെ ആ ഒരു കറതീർന്ന കമ്മ്യൂണിസം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിജയവും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു. നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ശ്രീ ജേക്കബ് ജോർജും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെ വളരെ കൃത്യമായി തന്നെ VS-ന്റെ ഒരു ജീവിതം, താങ്കൾ തുടക്കത്തിലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊരു ചിത്രം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അതായത് സംഭവബഹുലമായ ഒരു ജീവിതം, ഒരുപക്ഷെ ഒരു പോരാളി എന്നുള്ള നിലയ്ക്ക്, കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയ്ക്ക് ഇത്രയും സംഭവബഹുലമായ ഒരു ജീവിതം വേറെ ഏത് കമ്മ്യൂണിസ്റ്റുകാരന് അവകാശപ്പെടാനുണ്ട് എന്നത് വലിയ ചോദ്യമാണ്. 3-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു, 12-ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു, സഹോദരനോടൊപ്പം ഒരു തയ്യൽ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച്, പിന്നീട് കൃഷ്ണപിള്ള സാർ കൊടുത്ത 5 രൂപയും കൊണ്ട് കുട്ടനാട്ടിലേക്ക് പോയി കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച, അതിനുശേഷം കയർ തൊഴിലാളിയായി ജീവിച്ച, അങ്ങനെ ജീവിത അനുഭവങ്ങളുടെ ആ തീച്ചൂളയിലൂടെ നടന്നു കയറിയ ഒരു മനുഷ്യൻ. സത്യത്തിൽ അദ്ദേഹം എങ്ങനെ ഇത്രയും വലിയ നേതാവായി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജേക്കബ് ജോർജ് പറഞ്ഞ വാക്ക് തന്നെയാണ് നിശ്ചയദാർഢ്യം. അതായത് തീയിൽ ജനിച്ച, തീയിൽ കുരുത്തതാണ് അദ്ദേഹം. വെയിലത്ത് വാടാതെ പോയതിന്റെ കാരണം, അല്ലെങ്കിൽ ഒരുപാട് വാടേണ്ട ഒരുപാട് വെല്ലുവിളികൾ, ഒരുപക്ഷെ പാർട്ടിക്ക് പുറത്താണോ പാർട്ടിക്ക് അകത്താണോ അദ്ദേഹത്തിന് കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതെന്നുള്ള ചോദ്യം എല്ലാ കാലത്തും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. രണ്ടും ഒരുപോലെ ശരിയാണ് എന്നുള്ളതാണ്. ജേക്കബ് ജോർജ് പറഞ്ഞ ഒരു വാചകം എന്നെ സ്പർശിച്ചു. ഒരു കാലഘട്ടത്തില് ഇന്ന് കാണുന്ന VS അച്യുതാനന്ദൻ, ഇന്ന് ജനം സ്നേഹിക്കുന്ന, ഇന്ന് ലക്ഷോപലക്ഷം ആളുകൾ ഉള്ളിൽ ഉപാസിക്കുന്ന, സ്നേഹിക്കുന്ന, എന്താ പറയാ കണ്ണേ കരളെ എന്ന് വിളിച്ച് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള VS ഒരു കാലഘട്ടത്തിൽ ഇത്തിരി ഒരു വരട്ടുവാദിയുടെ പരിവേഷം അണിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പല സമരമുറകളും അദ്ദേഹത്തിന്റെ ശാഠ്യങ്ങളും പാർട്ടിക്ക് അകത്തും പാർട്ടിക്ക് പുറത്തും അദ്ദേഹത്തിന് ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ചോദിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള പിടിവാശികൾ, ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സഹായിക്കുമോ എന്ന സംശയം ഉണർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വെട്ടുനിരത്തൽ പോലെയുള്ള സമര രീതികളും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഏത് കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറ്റവും താഴെത്തട്ടുള്ള മനുഷ്യരായിരുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ അവകാശ പോരാട്ടങ്ങളിലൂടെ മാത്രം മനുഷ്യനായി മാറാൻ കഴിഞ്ഞ കർഷക തൊഴിലാളിയും കയർ തൊഴിലാളിയും കശുവണ്ടി തൊഴിലാളിയും അതുപോലെ തന്നെ ചെത്തു തൊഴിലാളിയും അടങ്ങുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ. അവർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം മുഴുവനും. അദ്ദേഹത്തിന് ഒരിക്കലും സങ്കീർണമായ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വരുന്ന മുഴുവൻ മാറ്റങ്ങളെയും കാലോചിതമായിട്ട് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആഗോള കമ്മ്യൂണിസത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം അക്കാദമിക്കായിട്ട് വിലയിരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു? ഈ വക ചോദ്യങ്ങളല്ല. പക്ഷെ മനുഷ്യരെ സ്നേഹിക്കുന്ന, യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച, കമ്മ്യൂണിസത്തെ അവസാന ശ്വാസം വരെ ആ കമ്മ്യൂണിസത്തെ സ്നേഹിച്ച ഒരു മനുഷ്യൻ, ഒരു മായവും കലരാത്ത ശുദ്ധ കമ്മ്യൂണിസത്തിന്റെ ഉപാസകനായിരുന്നു അദ്ദേഹം. അതായിരുന്നു VS-നെ വ്യത്യസ്തനാക്കുന്ന ഘടകം. ഞാൻ പറയുന്നത്, ഇദ്ദേഹത്തെ ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള VS-നെ നമ്മൾ കണ്ടു, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള VS-നെ കണ്ടു, പാർട്ടി സെക്രട്ടറി എന്ന നിലയിലുള്ള VS-നെ കണ്ടു,
പതിനായിരക്കണക്കിന് വോട്ടിന് ജയിച്ച VS-നെ കണ്ടു. മാരാരിക്കുളത്ത് മുഖ്യമന്ത്രി പദത്തിന്റെ ചുണ്ടിനും കപ്പിനും ഇടയിൽ ഒരു പരാജയത്തിലൂടെ അന്ന് 96-ൽ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ട VS-നെ കണ്ടു. അതിന്റെ പിന്നിലൊക്കെ ആരാണ് പ്രവർത്തിച്ചത്, ആ അട്ടിമറിയുടെ കാരണക്കാർ ആരെന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയ കേരളം ഒരുപാട് തലമുറയ്ക്കുകയും ചിന്തിക്കുകയും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ അദ്ദേഹത്തെ അടുത്തറിയുന്നത് ഞാൻ പാലക്കാട് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് 2006-ൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട് ഒടുവിൽ ജനകീയ സമരങ്ങളുടെ അണികൾ ആർത്തിരമ്പിയ ശേഷം പോളിറ്റ് ബ്യൂറോ ഇടപെട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം മലമ്പുഴയിൽ മത്സരിക്കാൻ വരുന്ന സമയത്താണ് ഞാനത് പാലക്കാട് മാതൃഭൂമിയിലുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പാലക്കാട്ടേക്ക് ഈ പോളിറ്റ് ബ്യൂറോ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അംഗീകരിച്ച് അദ്ദേഹം പാലക്കാട്ടേക്ക് വരുമ്പോൾ രാത്രി പുലർച്ചെ അമൃത എക്സ്പ്രസിൽ വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം എറണാകുളത്ത് നിന്ന് ഞാനും ഒരു ഫോട്ടോഗ്രാഫറും കൂടെ കയറി അദ്ദേഹം പാലക്കാട് വന്നിറങ്ങി അന്ന് വൈകുന്നേരം വരെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഓർമ്മകളുണ്ട്. എന്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും എന്താ പറയാ ഞാൻ എന്നും ഓർക്കുന്ന ഒരു ദിവസമാണത്. VS ആ വരവ് അദ്ദേഹത്തിന് കിട്ടിയ ഷൊർണൂരിലും ഒറ്റപ്പാലത്തും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ അവിടെ VS-നെ സ്നേഹിച്ച കണ്ണേ കരളെ VS എന്ന് പറഞ്ഞ ആർത്തിരമ്പിയ ഒരു ചെങ്കടലായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കടന്നു വരാൻ VS-നെ ആ സ്റ്റേഷനിൽ നിന്ന് പുറത്തു കിടത്താൻ അന്ന് ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു നേതാവിന് ഒരു മനുഷ്യ സമൂഹം ഒരു സമൂഹം എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമായിരുന്നു അന്ന് അദ്ദേഹത്തിന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടിയ സ്വീകരണം. പിന്നീട് അന്ന് മുഴുവൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൺവെൻഷൻ, അന്ന് ആ മണ്ഡലം മുഴുവൻ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ കണ്ട കാഴ്ചകൾ എന്തൊരു സ്നേഹവായ്പായിരുന്നു, എന്തൊരു വികാരവായ്പായിരുന്നു, എന്തായിരുന്നു VS ജനങ്ങളുടെ ഹൃദയത്തിൽ അതെന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അന്ന് മനസ്സിലായില്ല എന്നതാണ് എന്നെ അമ്പരപ്പിക്കുന്ന കാര്യം. എത്രത്തോളം ജനങ്ങളുടെ ഹൃദയത്തിൽ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ ഒരു മനുഷ്യന് എങ്ങനെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ തോന്നി, അദ്ദേഹത്തെ എങ്ങനെ അകറ്റി നിർത്താൻ, അദ്ദേഹത്തെ മാറ്റി നിർത്താൻ എങ്ങനെ ആ പാർട്ടിക്ക് ചിന്തിക്കാൻ തോന്നി എന്നുള്ളതിന് എനിക്ക് ഇന്നും ഉത്തരവില്ല.